താലി, ഇന്ന് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം മുഖ്യമന്ത്രി CPIയുടെ മന്ത്രിമാരെ കൂടി കാണുകയുണ്ടായി. അതിനുശേഷം ബിനോയ് വിശ്വം പ്രതികരിച്ചു, മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. എന്താണ് ആ സ്പോട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ? ന്യൂസ് ആൻഡ് വ്യൂസിന്റെ പുതിയ പ്രേക്ഷകർ നമുക്ക് മുന്നിലുണ്ടാവും, അവർക്ക് വേണ്ടി സാലി. അതായത് NPC ഒരു ആശയക്കുഴപ്പം രൂപപ്പെട്ടിട്ടുണ്ട്. ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള ചർച്ചകൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് രണ്ടു പാർട്ടികളുടെയും നേതൃയോഗങ്ങൾ ഇന്ന് നടന്നു. CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത്, CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലപ്പുഴയിൽ, തുടർന്ന് അവരുടെ എക്സിക്യൂട്ടീവ്. ഈ യോഗങ്ങൾക്കെല്ലാം ശേഷമാണ് രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ, അതായത് ഒരാൾ മുഖ്യമന്ത്രി, മറ്റൊരാൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറങ്ങി വന്നപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന സൂചന അദ്ദേഹം നൽകി എന്നുള്ള വസ്തുതയാണ്. എന്നാൽ ഇനിയും ചർച്ച നടക്കും, ചർച്ചയ്ക്കുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു, ചർച്ചയും മറ്റ് മുന്നോട്ടുള്ള കാര്യങ്ങളും തീരുമാനിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഇരു വിഭാഗത്തിൻ്റെയും നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് നൽകിയത്. പക്ഷേ മറുവശത്ത് വലിയ പ്രചരണം വാർത്താമാധ്യമങ്ങളൊക്കെ നൽകുന്നത് ഇരു പാർട്ടികളും തമ്മിൽ വലിയ ആശയക്കുഴപ്പത്തിലും വലിയ അഭിപ്രായ ഭിന്നതയിലും നിർണായക തീരുമാനത്തിലേക്കും എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നതും. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് ഇന്ന് ഈ ചർച്ച പൂർത്തിയായതിനു ശേഷം നേതാക്കന്മാർ വ്യക്തിപരമായി നൽകുന്ന പ്രതികരണങ്ങളിൽ നിന്നും മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണത്തിലൊക്കെ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടക്കും. അതിൽ മുഖ്യമന്ത്രിയും ഉണ്ടാവും, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവും, ഈ രണ്ട് കക്ഷികളുടെ പ്രധാന നേതാക്കളൊക്കെ പങ്കെടുത്ത് തന്നെ ചർച്ചയുമായി മുന്നോട്ട് പോകും. അതായത് ചർച്ച തുടരാൻ തന്നെയാണ് തീരുമാനം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ മുന്നണിക്കകത്തില്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങി വന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന നിർണായക തീരുമാന പ്രഖ്യാപനമൊക്കെ നടത്തുമായിരുന്നു. അതൊന്നും അദ്ദേഹം നടത്തിയില്ല. മാത്രമല്ല, അദ്ദേഹം ആകെ പറഞ്ഞത് ഞങ്ങൾ ഉന്നയിച്ച ഇഷ്യൂ നിലനിൽക്കുന്നു എന്ന് മാത്രമാണ്. നിലനിൽക്കുന്ന ഇഷ്യൂ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടക്കും എന്ന് തന്നെയാണ്. പക്ഷേ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് സാലി ഇക്കാര്യം പറയുമ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞ് സാലി നിർത്തുന്നത് CPI മുന്നണി വിട്ടു പോവുകയാണ് എന്നിടത്ത് നിന്നാണ് മാധ്യമങ്ങളുടെ പ്രചാരണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ അത് ആരംഭിച്ചത് CPI അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അടുത്ത 4-ാം തീയതിയാണ് അവരുടെ സംസ്ഥാന കൗൺസിൽ ചേരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിടെ ചർച്ചകൾ നടക്കും എന്നാണ് ഇപ്പോൾ ബിനോയ് വിശ്വം സൂചിപ്പിച്ചത്. പക്ഷേ മാധ്യമങ്ങൾ സമാന്തരമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത മന്ത്രിസഭാ സമ്മേളനം CPIയുടെ മന്ത്രിമാർ അത് ബഹിഷ്കരിക്കും എന്നാണ്. മന്ത്രിസഭാ യോഗം, അത്തരത്തിലുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്പോട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ വാർത്തകളുടെ ആയുസ് എങ്ങനെയാണ് സാലി? അതായത് ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യോഗത്തിന് ശേഷം ഔദ്യോഗികമായി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോ ലീഡേഴ്സോ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ CMOമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുറത്തിറങ്ങിയ ബിനോയ് വിശ്വത്തോട്, CPI സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ഈ വിവരം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം അത് ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം എതിർക്കുകയും ചെയ്തില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷവും അത്തരം ചില പ്രചരണങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളുടെ പാർട്ടി എടുത്തിട്ടുണ്ട് എന്ന് CPIയുടെ ഒരു നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോഴത് പറയാൻ കഴിയില്ല. മറ്റന്നാളാണ് മന്ത്രിസഭാ യോഗം. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഇപ്പോഴുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് സാധാരണ നിലയിൽ പങ്കെടുക്കില്ലെങ്കിൽ ഇന്ന് പങ്കെടുക്കില്ല എന്ന് തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമായിരുന്നു എന്നാണ് നമ്മുടെ ഒരു അനുമാനം. ഏതായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ പോയിട്ടുണ്ടോ എന്ന് മറ്റന്നാൾ വരെ കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഈ അഭിപ്രായ ഭിന്നതയും അന്തഛിദ്രവും ഈ മുന്നണിക്കകത്തും ഈ പാർട്ടികൾ തമ്മിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ രൂക്ഷമായൊരു പ്രതികരണം CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുമായിരുന്നു. മുമ്പൊരിക്കൽ
നമുക്കറിയാം കാനം രാജേന്ദ്രൻ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തു എന്നൊക്കെ പ്രചരണം വരികയും അത് പിന്നീട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്തതാണ്. അന്ന് ഷാർപ്പായി തന്നെ മാധ്യമങ്ങളോട് അന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് അത്തരം ഷാർപ്പായിട്ടൊന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ഈ ഇഷ്യൂ നിലനിൽക്കുന്നു എന്ന് സൂചന നൽകുന്ന 2 വാചകം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. അതിനർത്ഥം ചില ഈ അഭിപ്രായ ഭിന്നത ഇക്കാര്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുമ്പിരി കൊണ്ട് പ്രചരിപ്പിക്കുന്നത് പോലുള്ള അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നടത്തിയ ചർച്ചയിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. മുഖ്യമന്ത്രിക്കും CPIM-നും സർക്കാരിനും പറയാനുള്ളത് ആ വിഷയത്തിൽ ഇതാണ് സാഹചര്യം എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി അവർ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ചില മാധ്യമങ്ങൾ പറയുന്നത് CPI സംസ്ഥാന സെക്രട്ടറിക്ക് ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചില ഭിന്നതകൾ അക്കാര്യത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ മാത്രമേ അക്കാര്യത്തിലൊരു പൂർണ്ണമായ വ്യക്തതയിലേക്ക് നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. CPI ഇടതുമുന്നണി വിടുന്നു എന്ന തരത്തിൽ വരെ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അയൽപ്പക്കത്തിലേക്ക് പോലും അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ 7 അയലത്തേക്ക് പോലും CPI നേതൃത്വം ഇതുവരെ എത്തിയിട്ടില്ല. അവർക്കൊരു അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ നേരിയ അഭിപ്രായ ഭിന്നതയെ ഇങ്ങനെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടി അത് ഇടതുമുന്നണിക്കകത്ത് ഒരു അന്തഛിദ്രം എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഇന്ന് നടന്ന യോഗങ്ങളുടെയും ഇന്ന് വന്ന നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആധികാരികമായി അതിനെ പറയാൻ കഴിയൂ. ബാക്കിയുള്ള പ്രചരണങ്ങൾക്കൊക്കെ വെറും കിംവദന്തികളുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. NPC